ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് കറ്റാർവാഴ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ അത്യാവശ്യം വലിയ 2 പീസാണ്. അതിന് നമുക്ക് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ കറ്റാർവാഴയ്ക്ക് കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ ഫേസിലായാലും അല്ലാതെ ഇതിൻ്റെ ഓയിലാക്കാതെ ജെല്ല് മാത്രം എടുത്ത് അപ്ലൈ ചെയ്താലൊക്കെ വളരെ നല്ലതാണ്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില, ഉലുവയൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത് ചട്ടിയിലാണോ ഇത് കാച്ചാൻ ഉദ്ദേശിക്കുന്നത് ആ ചട്ടിയിലേക്ക് കറ്റാർവാഴയും കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മളിത് കാണുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം